ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ കയറാം. നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. വേഗം പെട്ടെന്ന് കയറാം. നൈറ്റ് ലൈഫ് കൊച്ചി, ഈറ്റ് കൊച്ചി. ഇത് നമ്മൾ അടിപൊളി ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇത് LP സ്കൂളാണ്. എടാ ഒരു സ്കൂളാടാ. എന്താണ് ഇത് മൊത്തം ജങ്കാറിക്കുള്ള വണ്ടി കേട്ടോ. മച്ചന്മാരെ, അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുന്നു കേട്ടോ. ഫോർട്ട് കൊച്ചി മെട്രോയിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, 2 അല്ല ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്മളെ ബസ് വഴി, അല്ലെങ്കിൽ ജങ്കാറുണ്ട്, ജങ്കാർ വഴി, അല്ലെങ്കിൽ മെട്രോ ഉണ്ട്, മെട്രോ വഴി. ഏത് മെട്രോ അല്ല, മെട്രോ ആണ് ഏറ്റവും ബെസ്റ്റ്. ഇത് ഈ വണ്ടികളൊക്കെ ജങ്കാർ കയറാനുള്ള വണ്ടികളാണ് കണ്ടോ. ഈ വലിയ സുഖം ഉണ്ടാവില്ല. പിന്നെ വണ്ടിക്ക് പോണവർക്കാണെങ്കിൽ തെറ്റില്ല. ചാർജ് വെള്ളം കാണണല്ലോ. ചാർജ് 30-20 ആയിരിക്കും. മൊത്തം ജങ്കാർ കയറുള്ള വണ്ടി കേട്ടോ. ഗൈസ്, ഫോർട്ട് കൊച്ചി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാലസുകൾ, ഒരുപാട് സ്ഥലങ്ങൾ നടന്ന് കാണാം. ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് നടന്ന് കാണലാണ്. പക്ഷെ ഇവിടെ ഏതൊക്കെ ലൊക്കേഷൻസ് ആണ് ഫ്രീ അടുത്തുള്ളത്? പ്രധാനമായിട്ടൊന്നും അറിയില്ല. ഞാൻ ഒന്നാമത് വന്നത്. അല്ല, അന്ന് വന്നതിന് ശേഷം വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും 3 ലൊക്കേഷൻ. ഒന്നാമത് സിനഗോഗ് വരുന്നുണ്ട്. ജൂതന്മാരുടെ ഒരു പള്ളിയാണ് കാണുന്നത്. പിന്നെ ഹിൽ പാലസ് വരുന്നുണ്ട്. ഹിൽ പാലസ് അത് അടിപൊളിയല്ലേ? ഇത് വരുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. എറണാകുളം. പിന്നെ അതേപോലെ നമുക്ക് ശീലമല, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കാണാൻ പറ്റും. നമുക്ക് അടുത്ത് ഇപ്പൊ പോകാൻ പറ്റുന്നത് ഏറ്റവും അടുത്ത് ഒന്ന് മാത്രമാണ്. ഇത് ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡാണോ? ബസ് സ്റ്റാൻഡാണ്. ഇത് ഫോർട്ട് കൊച്ചിയുടെ ബസ് സ്റ്റാൻഡാണ്. പിന്നെ ഇവിടുന്ന് എവിടേക്കാ ബസ്? ചുള്ളിക്കൽ തോപ്പ്, ചോറ്റാനിക്കര. പക്ഷെ ബസ് സ്റ്റോപ്പിൽ ആളുകൾ കുറെ കമ്മിയാണ് അല്ലേ ഗായ്സ്? അപ്പൊ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് സ്ട്രീറ്റ് ഒന്ന് നടന്നു പോയി കണ്ടിട്ട് വരാം. അപ്പൊ അതിനുള്ള ടൈമുള്ളൂ. ഇപ്പൊ ഏകദേശം 6 മണിയായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പാലസും ഹിൽ പാലസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വരാം അല്ലേ? മറ്റൊരു ദിവസം വരാം. കോടതി കേട്ടോ. എടാ, ഈ ഒരു മരം നോക്ക, കിടിലൻ. അപ്പൊ ഇത്രല്ലേ ആ മരത്തിന്റെ പേര്? മരത്തിന്റെ ഇലല്ലേ? ഇത്രവും മരത്തിന്റെ ഇലക്ക് പോയി നോക്കാം. അപ്പൊ അതന്നാണോ? മരത്തിന്റെ അല്ല, അതാണ്. ഇത് കംപ്ലീറ്റ് ഇത്തളാണ്. ഇത് ദുബായി അല്ല. ഞങ്ങളിപ്പോ കൊച്ചി എന്താണ് അത്ര നമുക്ക് വേണ്ടാച്ചിട്ട്. ശരി. അപ്പൊ മച്ചന്മാരെ, നമ്മള് ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കട്ടോ. എല്ലാവരും സിമ്പിളായിട്ട് വണ്ടിക്ക് എടുത്ത് പോകും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് മാക്സിമം ഇപ്പൊ നമ്മള് 5 കിലോമീറ്റർ നടന്നുണ്ടോ? 8 കിലോമീറ്റർ നടന്നോ. ഞങ്ങള് എറണാകുളം ട്രെയിന്, നമ്മുടെ ജംഗ്ഷനില്ലേ, എറണാകുളം ജംഗ്ഷനിൽ, അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് പോലും ഞങ്ങൾ നടക്കിയത്. അവിടുത്തെ ബോട്ട് ചെട്ടിക്ക് പൈസ ഇല്ലാണ്ടല്ല. ബോട്ട് ചെട്ടി ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മള് നടക്കുന്ന ബുദ്ധിമുട്ടായി തോന്നിയില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. മഹാരാജാസ് അല്ലേ, പിന്നെ ബീച്ച്, ഡ്രൈവിന്റെ കുറച്ച് ഏരിയകൾ. അങ്ങനെ നടന്ന് ഞങ്ങളിതാ പോകുന്നു. ഇവിടൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ഒരു എന്താ പറയാ, ഒരു പഴമ നിറഞ്ഞ പുതുമ എന്നൊക്കെ പറയുമ്പോ. എവിടെ ഇതോ? ഇത് LP സ്കൂളാണ്. എടാ ഒരു സ്കൂളാടാ ഗായ്സ്. സ്കൂൾ. ഇതിന്റെ ഒരു ആംബിയൻസ് വരട്ടോ, ഈ ഫ്യൂഷൻ ഡേയ്സിന്റെ. ഇത് വേറെക്ക് തോന്നുന്നത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ മറ്റേ ഇതിലുണ്ടല്ലോ, ഈ ചടപ്പായി പെട്ടെന്നൊക്കെ ഫ്രാൻസിലൊക്കെ എത്തിയ പോലെ ഒരു ഫീൽ നമ്മൾ പോയിട്ടില്ലെങ്കിലും പോയതാ ചോച്ച് ആണ്ടോ നമുക്ക് വാ. ഗൈസ്, ഇതൊരു പള്ളി കേട്ടോ. ഈ പള്ളിക്ക് ആൾക്കാർ വരുന്നുണ്ട്. എൻട്രൻസ് അവിടെ ഉണ്ടല്ലേ? പോയോ നമുക്ക്? എടാ, നമുക്ക് പള്ളിക്കൊന്ന് പോയി നോക്കട്ടോ. ഇതൊക്കെയാണ് മക്കളെ ക്രിയേറ്റ് കേട്ടോ. ഇവിടെ അടിപൊളി ഒരു
ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഇവർക്ക് ചെറുപ്പക്കാർ കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ കുമാരനാശാൻ സ്മാരകം കണ്ടു. അതിൻ്റെ അടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. പൊറോട്ടയും മുട്ടക്കറി, ഞാൻ പ്രിയരി പൊറോട്ടയും പിന്നെ ചായ മാത്രമല്ല. നൈറ്റ് ലൈഫ് കൊച്ചി, ഈറ്റ് കൊച്ചി. ഇത് നമ്മളെ പിന്നെ ഫോർട്ട് കൊച്ചിയുടെ അടുത്ത് തന്നെ കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. നല്ല അടിപൊളി ഫുഡ് സ്ട്രീറ്റ് ആണ് കണ്ടോ. ആളുകൾ നിന്ന് ഉത്രാടത്തിനായിട്ട് ആളുകൾക്ക് തോന്നുന്നത് കുറവാണ്. ഇവിടെ ഒരു കിടിലൻ ടർഫൊക്കെ കാണാണ്ട്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ പിന്നെ വാട്ടർ മെട്രോ ടെർമിനൽസ് അവിടേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഹൈക്കോർട്ട് പിന്നെ ജംഗ്ഷനിലേക്കാണ് പോകാറ് കേട്ടോ. ഇത് ഫോർട്ട് കൊച്ചി മെട്രോ ടെർമിനൽ. ദെൻ നൗ വി വാണ്ട് ടു ഗോ ടു ദ ഹൈക്കോർട്ട്. ഈ ടിക്കറ്റ് ഓൺലൈൻ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഉണ്ടാവും. ഇത് ടിക്കറ്റുള്ള ക്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ ഉള്ളിലേക്ക് പോകാൻ. അതുവഴി നമ്മളങ്ങനെ പിന്നെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കയറാം. നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. വേഗം പെട്ടെന്ന് കയറാം. യെസ്, നമ്മളെ മെട്രോ അതാ. ഇനി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ആളായി കഴിഞ്ഞാൽ സീറ്റൊക്കെ കിട്ടും. അങ്ങനെ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയിനോട് വിട പറഞ്ഞ് നമ്മളതാ നമ്മുടെ മെട്രോ ചേർത്തിക്കുക. അല്ല തീരെ കയറല, കയറാം. അങ്ങനെ നമ്മൾ തിരിച്ച് ഹൈക്കോർട്ട് ടെർമിനൽസ് അവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ മെട്രോ യാത്ര കംപ്ലീറ്റ് ആയിട്ടാ. ഇനി നമുക്ക് നേരെ മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ ലുലു മാള്. അപ്പോൾ ഹൈക്കോർട്ട് മെട്രോ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മളിതാ ടെർമിനൽസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണല്ലേ സംഭവം.